അസ്സലാമു അലൈക്കും. ഉസ്താദ് ഒരു ചോദ്യം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ചില ആയത്തുണ്ടാവില്ല, തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്ത്. അത് ചില ഇമാമിങ്ങൾ നിസ്കാരത്തിൽ ഓതും, തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൂല. അപ്പോൾ അത് ചെയ്യാതെ ഇരുന്നാൽ സാഹിബിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട, എന്താണ് അതിൻ്റെ വിധി? തിലാവത്തിൻ്റെ സുജൂദ് ചിലപ്പോഴൊക്കെ അത് നിസ്കാരത്തിലും കയറി വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരാമർശിക്കുന്ന ആയത്തോതിയാൽ, ഇപ്പോൾ നിസ്കാരത്തിൽ സൂറത്തോതുമല്ലോ, അപ്പോൾ ഈ പറയുന്ന തിലാവത്തിൻ്റെ സുജൂദിൻ്റെ പരാമർശമുള്ള ആയത്തോതുമ്പോൾ അതിൻ്റെ ശേഷം സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടാകും. അപ്പോൾ ആ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തില്ല, അതിലുമില്ല. അതുപോലെ തന്നെ നാസിലത്തിൻ്റെ കുനൂത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും വിപത്തുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ കയറി വന്നപ്പം പല സ്ഥലങ്ങളിലും നാസിലത്തിൻ്റെ കുനൂത്തുകളൊക്കെ കയറി വന്നിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും സന്ദർഭ സാഹചര്യങ്ങൾ വരുമ്പം നാസിലത്തിൻ്റെ കുനൂത്തും ഉണ്ടാകും. അപ്പോഴൊക്കെ അത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ നാസിലത്തിൻ്റെ കുനൂത്ത്, അതുപോലെ തന്നെ തിലാവത്തിൻ്റെ സുജൂദ്, ഇതൊക്കെ ഒഴിവാക്കിയതിൻ്റെ പേരിൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തില്ല എന്ന് മഹല്ല് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു ആശത്തുൽ ഖല്ലൂബിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുമ്പം നിസ്കാരത്തിൽ നിന്നും കൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുമ്പോഴല്ലേ സുന്നത്ത് എന്നുള്ളത് മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കൻസുർ റാഗിബിൽ പറയുന്നുണ്ട്. കൻസുർ റാഗിബിൻ്റെ 1-ാം വാള്യം ഇതിൻ്റെ 310-ാമത്തെ പേജിലുണ്ടോ, സുജൂദു സഹ്വി സുന്നത്തുൻ ഇൻദ തർക്കി മഅ്മൂരിൻ ബിഹി മിനസ് സ്വലാത്തി ഉണ്ടോ. നിസ്കാരത്തിൽ നിന്നും കൽപ്പിക്കപ്പെട്ടൊരു സുന്നത്ത് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സഹ്വിൻ്റെ സുജൂദ് സുന്നത്ത്, അങ്ങനെയാണ് വരുന്നത്. അവിടെ അപ്പോൾ നിസ്കാരത്തിൽ നിന്ന് എന്ന് പറയുമ്പം ഈ പറയുന്ന അവിടെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു ആശത്തുൽ ഖല്ലൂബിയിലാണ് ഇങ്ങനെ ഒഴിവാക്കിയതിൻ്റെ പേര്, തിലാവത്തിൻ്റെ സുജൂദ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തില്ല എന്ന് ആശത്തുൽ ഖല്ലൂബിയുടെ 1-ാം വാള്യം ഇതിൻ്റെ 551-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ മിനസ്സലാത്ത് നിസ്കാരത്തിൽ നിന്ന് ഏതെങ്കിലും കൽപ്പിക്കപ്പെട്ട ഒന്ന് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഖറജ ബിഹി അൽ മന്ദൂബു ഫീഹാ ഖുനൂത്തിൻ നാസിലത്തി വ സുജൂദി തിലാവത്തി ഫലാ സുജൂദ ലിതർക്കിഹിമാ, അതിന് ഒഴിവാക്കി നിർത്തപ്പെടും തിലാവത്തിൻ്റെ സുജൂദ്, അതുപോലെ തന്നെ നാസിലത്തിൻ്റെ കുനൂത്ത്, ഇതൊക്കെ. അപ്പം ഇതൊന്നും ഒഴിവാക്കിയതിൻ്റെ പേരിൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തില്ല. അതിനെന്തേ കാരണം? ഇതൊക്കെ നിസ്കാരത്തിൽ വരുന്നുണ്ടെങ്കിലും നിസ്കാരത്തിൽ പെട്ടതല്ലല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പം തിലാവത്തിൻ്റെ എൻ്റെ സുജൂദ് വരണമെങ്കിൽ ആ ആയത്ത് ഓതണം. എല്ലാ നിസ്കാരത്തിലും തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട് എന്ന് വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ നാസിലത്തിൻ്റെ കുനൂത്ത് എന്തെങ്കിലുമൊക്കെ വിപത്ത് വരുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ സാഹചര്യ സന്ദർഭങ്ങളിൽ അങ്ങനെ ഓതുകയാണ്. അത് നിസ്കാരത്തിൽ വരുന്നുണ്ടെങ്കിലും നിസ്കാരത്തിൽ പെട്ടതാന്ന് പറയാൻ പറ്റൂലല്ലോ. അതാണ് കാരണം എന്നുള്ളത് മഹാനായ ഇമാം സുലൈമാനുൽ ബുജൈരിമി റഹിമഹുല്ല ആശത്തുൽ ബുജൈരിമിയിലും അത് പറയുന്നുണ്ട്. ആശത്തുൽ ബുജൈരിമിയുടെ കാരണം എന്താണ് എന്നുള്ളത് ആശത്തുൽ ബുജൈരിമിയുടെ 102-ാമത്തെ പേജിൽ ഇങ്ങനെ ഇത് രണ്ടും ഒഴിവാക്കിയതിൻ്റെ പേരിൽ എന്തില്ല, എൻ്റെ ഈ പറയുന്ന സഹ്വിൻ്റെ സുജൂദ് ഇല്ല എന്ന് പറഞ്ഞു. ലി അന്നഹു ഫീഹ ലാ മിൻഹ ഉണ്ടോ. ഇതൊക്കെ എന്താണ്, എൻ്റെ നിസ്കാരത്തിൽ വരുന്നുണ്ടെങ്കിലും നിസ്കാരത്തിൽ പെട്ടതല്ല. നിസ്കാരത്തിൽ അതിന് ആദ്യമേ നിസ്കരിക്കുമ്പോൾ തന്നെ അതില്ലല്ലോ. അപ്പം നിസ്കാരത്തിൽ പെട്ടാന്ന് പറയാൻ പറ്റൂല. അപ്പം ഇങ്ങനൊരു കാരണം കൊണ്ടാണ് ഇതൊക്കെ ഒഴിവായത് എന്നുള്ളത്. അപ്പം ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ തിലാവത്തിൻ്റെ സുജൂദ് ഒരാൾ ഒഴിവാക്കി എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ ഒഴിവാക്കിയ നിസ്കാരം ബാത്തുലുമല്ല, കുഴപ്പമൊന്നുമില്ല. നേരെമറിച്ച് ഒഴിവാക്കിയതിൻ്റെ പേരിൽ എന്താണ്, അത് ഞാൻ ഒഴിവാക്കിയല്ലോ, ഇനി മറന്നിട്ടാണെങ്കിലും മനഃപൂർവ്വമായാലും എങ്ങനെ ആയാലും, ചിലപ്പോൾ മറന്നിട്ടാണെങ്കിലും എങ്ങനെ ഒഴിവായതാണെങ്കിലും സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കലില്ല, സഹ്വിൻ്റെ സുജൂദ് അവിടെ ഇല്ല കേട്ടോ.